ഹലോ, വെൽക്കം ബാക്ക് ടു കത്തു സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. ന്യൂ SCERT ചലഞ്ചാണ് നടക്കുന്നത് 35 ദിവസത്തെ. ഇന്ന് നടക്കാൻ പോകുന്നത് 22ാമത്തെ ദിവസത്തെ ടോപ്പിക്കാണ് കേട്ടോ, എക്സാമാണ്. അപ്പോൾ നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ദഹന അവയവം ഏതാണ്? ഓപ്ഷൻ എ ആമാശയം, ബി ചെറുകുടൽ, സി വൻകുടൽ, ഡി അന്നനാളം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചെറുകുടലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ദഹന അവയവം എന്ന് പറയുന്നത്. ദഹന വ്യവസ്ഥയാണ് പഠിക്കാനുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ചെറുകുടലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ദഹനം ആരംഭിക്കുന്നത് എവിടെയാണ്? ആമാശയം, ചെറുകുടൽ, വായ്, വൻകുടൽ. ഇതിലെവിടെയാണ് നമ്മുടെ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. നമ്മുടെ വായിൽ വെച്ച് തന്നെ ദഹനം ആരംഭിക്കുന്നുണ്ട്. ഉമിനീര്, രാസാഗ്നികളും എല്ലാം കൂടി പ്രവർത്തിച്ച് വായിൽ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ എന്താണ് ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ശരി പ്രസ്താവന എഴുതാനാണ്. എ ഉമിനീരിൽ അമലൈസ് എൻസൈം അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ശ്വാസകോശത്തിലെ ആൽവിയോളയിലാണ് വാതക വിനിമയം നടക്കുന്നത്. ശ്വസന സമയത്ത് ഓക്സിജൻ പുറത്തുവിടുന്നു. ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. എയും ബിയും ആണ് ശരി. ശ്വസന സമയത്ത് ഓക്സിജൻ പുറത്തേക്കല്ല വിടുന്നത് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്സിജനെ ശ്വസിച്ച് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്ത് വിടുന്നത്. അപ്പോൾ ആ ഒരു ഇത് മാത്രം സ്റ്റേറ്റ്മെൻറ്റ് മാത്രം തെറ്റാണ്. മറ്റുള്ളതൊക്കെ ശരിയാണ്. ഉമിനീരിലാണ് അമിലേസ് എൻസൈം അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്വാസകോശത്തിലുള്ള ആൽവിയോള കേട്ട് കാണും. അവിടെയാണ് നമ്മുടെ വാതക വിനിമയമൊക്കെ നടക്കുന്നത്. ആൽവിയോളയിൽ വെച്ചിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവന എഴുതാനാണ്. അസർഷൻ തന്നിട്ടുണ്ട്. ശരിയായ പ്രസ്താവന ഇല്ല, അസർഷനും റീസണുമാണ്. അതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് എഴുതാനാണ്. ആൽവിയോളയുടെ ഭിത്തി വളരെ നേർത്തതാണ്. ഇനി അതിൻ്റെ റീസൺ, വാതക വിനിമയം എളുപ്പത്തിൽ നടക്കാനായിട്ട് ഇത് സഹായകമാകുന്നു. കറക്റ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ളത് എഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. എയും ആറും ശരിയാണ്. 6 യഥാർത്ഥ ശരിയായിട്ടുള്ള വിശദീകരണമാണ്. അപ്പോൾ എന്താണ് ആൽവിയോളയാന്ന് പറഞ്ഞൂല്ലേ, വാതക വിനിമയം നമ്മുടെ മനുഷ്യന് ശ്വസന വ്യവസ്ഥയിൽ ആൽവിയോളയിലാണ് വാതക വിനിമയമൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭിത്തി എന്ന് പറയുന്നത് വളരെയധികം നേർത്ത തരത്തിലുള്ള ഭിത്തിയാണ്. അപ്പോൾ അതെന്തിനാണ്? വാതക വിനിമയം എളുപ്പത്തിൽ നടക്കാനാണ് ഇത്രയും നേർത്ത ഭിത്തിയായിട്ട് ഉള്ളത്. ഓക്കെ. അടുത്ത ചോദ്യം, മനുഷ്യ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്രയാണ്? 2, 3, 4, 5. എത്ര അറകളാണ് മനുഷ്യ ഹൃദയത്തിൽ ഉള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 4 അറകളാണ് അല്ലേ. 4 അറകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. പാറ്റയ്ക്ക് 13 ഹൃദയത്തിൽ എത്രയാണ്? 13 അറകളാണ് ഉള്ളത്. ശ്രദ്ധിക്കണേ, പാറ്റ എപ്പോഴും ചോദിക്കാറുണ്ട്. മത്സ്യത്തിന് 2 അറകളാണുള്ളത് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്തത്, രക്തം അരിച്ചെടുക്കുന്ന അവയവം ഏതാണ്? കരൾ, ഹൃദയം, വൃക്ക, ശ്വാസകോശം. ഇതിലേതാണ് രക്തം അരിച്ചെടുക്കുന്നത്? ഏത് അവയവത്തിൽ വെച്ചിട്ടാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വൃക്കയാണ് കേട്ടോ. നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്ന് പറയുന്നത് തന്നെ വൃക്കേനെയാണ്. അപ്പോൾ വൃക്കയിലാണ് എന്ത് രക്തം അരിച്ചെടുക്കുന്നത്. ഓക്കെ. ഇനി മാച്ച് ചെയ്യാനാണ്. ഒരു സൈഡിൽ ഹൃദയവും വൃക്കയും തന്നിട്ടുണ്ട്. ഇപ്പുറത്ത് രക്തം പമ്പ് ചെയ്യുന്നു, രക്തം ശുചീകരിക്കുന്നു. ശരിയായിട്ടുള്ളത് സെലക്ട് ചെയ്യാം. എങ്ങനെയാണ് ഇതിനെ മാച്ച് ചെയ്യുക? എളുപ്പമാണ് അല്ലേ. ഓപ്ഷൻ എ ആണ്. 1 A 2 B ആണ് യഥാർത്ഥമായിട്ടുള്ളത്. ഹൃദയം എന്ന് പറയുന്നത് രക്തത്തെ പമ്പ് ചെയ്യുന്നതാണ്. ഓക്കെ. രക്തം പമ്പ് ചെയ്യുകയാണ് ഹൃദയം ചെയ്യുന്നത്. അതുപോലെ വൃക്ക എന്ന് പറയുന്നത് എന്താണ്? രക്തത്തെ ശുചീകരിക്കുന്നു, ശുദ്ധീകരിച്ച് കൊണ്ടുപോകുന്നതാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ വൃക്ക. അതാണ് രക്തത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നത്? ശുചീകരിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവന എഴുതാനാണ്. മസ്തിഷ്കം നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണ കേന്ദ്രമാണ്. അതുപോലെ തന്നെ എന്താണ്? ധമനികൾ ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നു, സിരകൾ ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നു. ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. എയും ബിയുമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. മസ്തിഷ്കമാണ് നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണ കേന്ദ്രം, അത് ശരിയാണ്. അതുപോലെ തന്നെ എന്താണ്? ധമനികൾ ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നു. ഓക്കെ. ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്നതാണ് ധമനികൾ. എന്നാൽ എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്നതാണ്. വിവിധ അവയവങ്ങളിൽ നിന്നും അശുദ്ധ രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കുകയാണ് എന്ത് ചെയ്യുക? സിരകൾ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് വെച്ച് ഹൃദയത്തിൽ വെച്ചിട്ട് ഈ രക്തത്തെ ശുദ്ധീകരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ധമനികളാണ്. ഹൃദയത്തിൽ നിന്നും രക്തത്തെ വഹിക്കുന്നത് ആരാണ്? ധമനികളായിരിക്കും. ഓക്കെ. ഹൃദയത്തിലേക്ക് രക്തം വഹിച്ചുകൊണ്ട് പോകുന്നതാണ് സിരകൾ. മാറിപ്പോരുത് കേട്ടോ.
അടുത്ത ചോദ്യം, ഓക്സീകരണം എന്നത് എന്താണ്? ഇലക്ട്രോൺ സ്വീകരിക്കൽ, ഇലക്ട്രോൺ നഷ്ടപ്പെടൽ, ന്യൂട്രോൺ സ്വീകരിക്കൽ, പ്രോട്ടോൺ നഷ്ടപ്പെടൽ. ഇതിലേതാണ് ഓക്സീകരണം എന്നാൽ? ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇലക്ട്രോൺ നഷ്ടപ്പെടൽ എന്നുള്ളതാണ്. ഓക്സീകരണം എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോണെ നഷ്ടപ്പെടുന്നതാണ് കേട്ടോ. ശ്രദ്ധിക്കുക. 10ാമത്തെ ചോദ്യം, അപചയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, ഇലക്ട്രോൺ സ്വീകരിക്കുന്നു, ഓക്സിജൻ ചേർക്കുന്നു, അതുപോലെ ഹൈഡ്രജൻ നീക്കം ചെയ്യുന്നു. ഇതിലെന്താണ് അപചയത്തിൽ സംഭവിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇലക്ട്രോൺ സ്വീകരിക്കുക എന്നുള്ളതാണ് അപചയത്തിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് ഇതിലാണ്, ഓക്സീകരണത്തിലാണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ സ്വീകരിക്കുന്നതാണ് അപചയത്തിൽ സംഭവിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. ഓക്സീകരണവും അപചയവും ഒരേ സമയം നടക്കുന്നു. ഇനി ബി, റിഡോക്സ് പ്രവർത്തനത്തിൽ ഇലക്ട്രോണുകൾ കൈമാറ്റം നടക്കുന്നു. ഓക്സീകരണം മാത്രം നടന്നാൽ റിഡോക്സ് പ്രവർത്തനം പൂർത്തിയാകും. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, എയും ബിയും മാത്രമാണ് കേട്ടോ ഇതിൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓക്സീകരണവും അപചയവും ഒരേ സമയമാണ് നടക്കുന്നത്. റിഡോക്സ് പ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളുടെ കൈമാറ്റം നടക്കുന്നുണ്ട്. അതുപോലെ ഓക്സീകരണം മാത്രം നടന്നാൽ റിഡോക്സ് പ്രവർത്തനം പൂർത്തീകരിക്കില്ല. ഓക്കെ, അടുത്ത ചോദ്യം പറഞ്ഞാലോ. 12ാമത്തെ ചോദ്യമാണ്. അസർഷനും റീസണും ആണ്. അസർഷൻ തന്നിട്ടുള്ളത്, റിഡോക്സ് പ്രവർത്തനത്തിൽ ഓക്സീകരണവും അപചയവും ഒരേ സമയം നടക്കുന്നു. റീസൺ, ഇലക്ട്രോണുകൾ ഒരു പദാർത്ഥത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കൈമാറപ്പെടുന്നു. ഓക്കെ, ഇതാണ് റീസൺ തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. എയും ആറും ശരിയാണ്. ആറാണ് ശരിയായിട്ടുള്ള വിശദീകരണം. ഓക്കെ, അപ്പോൾ റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഓക്സീകരണവും അപചയവും ഒരേ സമയം നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് പിന്നെ ഇലക്ട്രോണുകൾ ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് ഈ റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റിഡോക്സ് പ്രവർത്തനത്തിൽ ഓക്സീകരണവും അപചയവും ഒരേ സമയമായിട്ട് നടക്കുന്നുണ്ട്. ഇലക്ട്രോണുകൾ ഒരു പദാർത്ഥത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കൈമാറപ്പെടുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ റീസൺ കറക്റ്റാണ് കേട്ടോ. അടുത്ത ചോദ്യം, ജീവികളെ ദ്വിനാമ സമ്പ്രദായത്തിൽ നാമകരണം ചെയ്തത് ആരാണ്? ചാൾസ് ഡാർവിൻ, കാൾ ലിനേയസ്, ഗ്രിഗർ മെൻഡൽ, ലാമാർക്ക്. ഇതിലാരാണ് നമ്മുടെ ജീവികളെ ദ്വിനാമ സമ്പ്രദായത്തിൽ നാമകരണം ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. കാൾ ലിനേയസ് ആണ്. ഓക്കെ, അപ്പോൾ ദ്വിനാമ സമ്പ്രദായം കൊണ്ടുവന്നത് തന്നെ ആരാണ്? കാൾ ലിനേയസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വർഗീകരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ജീവികളെ നശിപ്പിക്കുക, ജീവികളെ ശാസ്ത്രീയമായി പഠിക്കാൻ സഹായിക്കുക, ഭക്ഷണമായി ഉപയോഗിക്കുക, പരീക്ഷണങ്ങൾ നടത്തുക. ഇതിലെന്താണ് വർഗീകരണം? ടാക്സോണമി എന്ന് പറയില്ലേ. എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ജീവികളെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി 15ാമത്തെ ചോദ്യം, ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതാനാണ്. ജീവികളെ സമാനതകളുടെ അടിസ്ഥാനത്തിലാണ് വർഗീകരിക്കുന്നത്. കിങ്ഡം ആണ് ഏറ്റവും വലിയ വർഗീകരണ ഘടകം. സ്പീഷീസ് എന്ന വർഗീകരണത്തിൽ ഏറ്റവും ചെറിയ ഘടകം. സ്പീഷീസ് ആണ് വർഗീകരണത്തിലെ ഏറ്റവും ചെറിയ ഘടകം. ഇതിലേതാണ് ശരിയായ പ്രസ്താവന? എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. എയും ബിയും സിയും ശരിയാണ് കേട്ടോ. അപ്പോൾ ജീവികളെ അവരുടെ സമാനതകൾക്ക് അടിസ്ഥാനമാക്കിയിട്ട് വർഗീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിലെ ഏറ്റവും വലിയ വർഗീകരണ ഘടകം എന്ന് പറയുന്നത് കിങ്ഡവും ഏറ്റവും ചെറിയ വർഗീകരണ ഘടകം എന്ന് പറഞ്ഞാൽ സ്പീഷീസുമാണ്. ഓക്കെ, ഇനി 16ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആമാശയം, കരള്, വൃക്ക, പാൻക്രിയാസ്. ഇതിലേതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കരളാണ് ഏറ്റവും വലിയ ഗ്രന്ഥി കേട്ടോ. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ചോദിച്ചാൽ തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. 17ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ റിഡോക്സ് പ്രവർത്തനത്തിന് ഉദാഹരണം ഏതാണ്? ഇരുമ്പ് തുരുമ്പെടുക്കൽ, ഐസ് ഉരുകൽ, വെള്ളം തിളക്കൽ, ഉപ്പ് വെള്ളത്തിൽ ലയിക്കൽ. ഇതിലേതാണ് റിഡോക്സ് പ്രവർത്തനം? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇരുമ്പ് തുരുമ്പിക്കലാണ്. ഓക്കെ, അതാണ് റിഡോക്സ് പ്രവർത്തനത്തിന് ഉദാഹരണം. അടുത്ത ചോദ്യം, രക്തത്തിലെ ഓക്സിജൻ വഹിക്കുന്ന ഘടകം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മ, ഹീമോഗ്ലോബിൻ, ലിംഫ്. ഇതിലേതാണ് രക്തത്തിലെ ഓക്സിജൻ വഹിക്കുന്ന ഘടകം? ഏതാണ് ഓക്സിജൻ വഹിക്കുന്ന ഘടകം രക്തത്തിൽ? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഹീമോഗ്ലോബിൻ ആണ് രക്തത്തിലെ ഓക്സിജൻ വഹിക്കുന്ന ഘടകം.
അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ചെറുകുടലിലാണ് പോഷകങ്ങളുടെ ആഗിരണം പ്രധാനമായും നടക്കുന്നത്. വൃക്ക ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാൻ സഹായിക്കുന്നു. ഹീമോഗ്ലോബിൻ ഓക്സിജൻ വഹിക്കുന്നു. ഇതിലേതാണ് ശരിയായ പ്രസ്താവനകൾ? ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. എയും ബിയും സിയും ശരിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ചെറുകുടലിലാണ് പോഷകങ്ങളുടെ ആഗിരണം നടക്കുന്നത്. എവിടെയാണ്? നമ്മുടെ ചെറുകുടലിലാണ്. അതുപോലെ വൃക്ക ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹീമോഗ്ലോബിനാണ് രക്തത്തിലുള്ള ഓക്സിജനൊക്കെ വഹിക്കുന്നത്. ഓക്കെ, 20ാമത്തെ ചോദ്യമാണ്. ശരിയായ ജോഡി കണ്ടെത്തുക. കാളിനേസ് ദ്വിനാമകരണം, അതുപോലെ തന്നെ എന്താണ്, ദ്വിനാമനാമകരണം, അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ ഓക്സിജൻ വഹിക്കുന്നു. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1A 2B രണ്ടും ശരിയാണ്. കാളിനേസ് ആണ് ദ്വിനാമ പദ്ധതി എന്നുള്ളൊരു സംഭവം തന്നെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓക്സിജനെ വഹിക്കുക എന്നുള്ളതാണ് ഹീമോഗ്ലോബിൻ്റെ പ്രധാനമായിട്ടുള്ള ധർമ്മം. ഓക്കെ, രണ്ടും കറക്റ്റായിട്ടുള്ള ജോഡികളാണ് കേട്ടോ. അടുത്തത് അസർഷനും റീസണും ആണ്. അസർഷൻ തന്നിട്ടുണ്ട്. ശ്വസനം ജീവകോശങ്ങൾക്ക് ഊർജ്ജം ലഭിക്കാൻ സഹായിക്കുന്നു. കോശങ്ങളിൽ ഗ്ലൂക്കോസ് ഓക്സീകരിക്കപ്പെടുമ്പോൾ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. എയും ആറും ശരിയാണ്. ആറാണ് എയുടെ ശരിയായ വിശദീകരണം. അപ്പോൾ ഇവിടെ എന്താണെന്ന്, ശ്വസനം എന്ന് പറഞ്ഞ ജീവകോശങ്ങൾക്ക് നമുക്ക് ഊർജ്ജം ലഭിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ശ്വസനം. അപ്പോൾ കോശങ്ങളിൽ ഗ്ലൂക്കോസൊക്കെ ഓക്സീകരിക്കുമ്പോഴാണ് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ശ്വേത രക്താണുക്കൾ രോഗപ്രതിരോധത്തിൽ പങ്കുവയ്ക്കുന്നു. ചുവന്ന രക്താണുക്കൾ ഹീമോഗ്ലോബിൻ അടങ്ങിയവയാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. എയും ബിയും സിയും ശരിയാണ് കേട്ടോ. അപ്പോൾ രക്തത്തിൽ അരുണക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ എന്നുള്ള ഘടകങ്ങളുണ്ട്. അതിൽ ശ്വേതരക്താണുക്കൾ മെയിനായിട്ട് രോഗപ്രതിരോധ ശേഷിയാണ്. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസ്. ഇനി അടുത്ത് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, RBC. അത് ഹീമോഗ്ലോബിനൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലേ. ഹീമോഗ്ലോബിനൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രക്തത്തിന് ചുവന്ന നിറം കൊടുക്കുന്ന രാസവസ്തു കൂടിയാണ് ഹീമോഗ്ലോബിൻ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ രക്തത്തെ നമ്മൾ കട്ട പിടിക്കാൻ, മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ, ശരീരത്തിൽ മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഒരു രക്താണുവാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അറിയാമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത 23ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ഓക്സീകരണകാരിയുടെ ധർമ്മം എന്താണ്? ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നു, ഇലക്ട്രോൺ സ്വീകരിക്കുന്നു, പ്രോട്ടോൺ നഷ്ടപ്പെടുത്തുന്നു, ന്യൂട്രോൺ സ്വീകരിക്കുന്നു. എന്താണ്? എല്ലാവർക്കും അറിയാം അല്ലേ. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഓക്സീകരണകാരിയുടെ പ്രധാനപ്പെട്ട ധർമ്മം. അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യൻ ജീവികളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതാനാണ് കേട്ടോ. ദ്വിനാമ നാമകരണത്തിന് ശാസ്ത്രീയ നാമത്തിൽ 2 ഭാഗങ്ങളാണുള്ളത്. ആദ്യ ഭാഗം ജീനസിനെയും അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം സ്പീഷീസിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ശാസ്ത്രീയ നാമങ്ങൾ സാധാരണയായി ലാറ്റിൻ ഭാഷയിലാണ് എഴുതുക. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. എയും ബിയും സിയും ശരിയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? വൃക്ക രക്തശുചീകരണം, ഹൃദയം പിത്തരസ ഉൽപ്പാദനം, ശ്വാസകോശം ഇൻസുലിൻ ഉൽപ്പാദനം, കരൾ രക്തം പമ്പ് ചെയ്യൽ. ഇതിലേതാണ് യഥാർത്ഥ ശരിയായിട്ടുള്ള ജോഡി? ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. വൃക്ക രക്തശുചീകരണം എന്നുള്ള ജോഡി മാത്രമാണ് കറക്റ്റായിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ഹൃദയം പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ശരിക്കും കരളാണ് അല്ലേ. അതുപോലെ തന്നെ ഇൻസുലിനൊക്കെ നിർമ്മിക്കുന്നത് എന്താണ്? നമുക്കറിയാം, പാൻക്രിയാസ് ഗ്രന്ഥിയിലാണ് അല്ലേ. ആൽഫ കോശങ്ങളുണ്ട്, ബീറ്റ കോശങ്ങളുണ്ട്. ഐലറ്റ് ഓഫ് ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ബീറ്റ കോശങ്ങളാണ് ഇതിൽ ഇൻസുലിൻ നിർമ്മിക്കുന്നത്. ഓക്കെ, പാൻക്രിയാസ് ഗ്രന്ഥിയിൽ. അതുപോലെ തന്നെ രക്തം പമ്പ് ചെയ്യൽ ഹൃദയത്തിൻ്റെ ധർമ്മമാണ് അല്ലേ. അപ്പോൾ രക്തശുചീകരണം വൃക്ക എന്നുള്ളത് മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 25 ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. താങ്ക്